നമസ്കാരം വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ജിലേബിയാണ്. എന്താ പറയുക, മഞ്ഞ കളറിൽ ചുവപ്പ് കളറിലൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ മീഡിയം സൈസിൽ ചെറിയതായിട്ടുള്ള ലെവലിൽ കിട്ടുന്ന ജിലേബി. അപ്പോൾ ജിലേബിക്ക് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ ആദ്യം തന്നെ നമുക്കൊരു ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെക്കാം. പിന്നീട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വേഗം തന്നെ ആവുന്നതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെക്കാം. അതിനു മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു 5 മണിക്കൂർ ഉഴുന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് ഇങ്ങനെ അരിച്ചു വെക്കണം. ഓക്കെ, 5 മണിക്കൂർ കുതിർന്ന ഉഴുന്നാണിത്. ഈ ഉഴുന്ന് അരയ്ക്കുമ്പോൾ നമുക്ക് അധികം വെള്ളം പാടില്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജിലേബിക്ക് അരയ്ക്കണ സമയത്ത് വെള്ളം ഇല്ലാണ്ടാണ് അരയ്ക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അരച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ ഇത് അരയ്ക്കാൻ നമുക്ക് എളുപ്പമുണ്ടാവും. അപ്പോൾ ഷുഗർ ഇടാം. നമ്മൾ ഒരു കുറച്ച് ജിലേബിക്കുള്ള മെഷർമെൻ്റ് ആണ് നോക്കുന്നത്. നിങ്ങൾ കൂട്ടിയും കുറച്ചും ഇട്ടോളൂ. ഓക്കെ, 1.5-2 കപ്പോളം പഞ്ചസാര. വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയണത് നമുക്ക് 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് പഞ്ചസാര ഒന്ന് അതിൽ ആവുന്ന പോലെ, വെള്ളം അലിയണ പോലെ മാത്രം മതി. കത്തിക്കുന്നു. ഇത് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഇതിലും കളർ ഇട്ട് കൊടുക്കും. കളർ വേണ്ടെങ്കിൽ നിങ്ങൾ വേണ്ടാന്ന് വെച്ചോളൂ. മഞ്ഞപ്പൊടി ഇട്ടോളൂ. അപ്പോൾ കളർ ഇതിലും ഇട്ട് കൊടുക്കണം. ഇതിനൊരു എസൻസും ഒഴിക്കണം. ഓക്കെ, അവർ ഈ ബേക്കറിയിൽ നമുക്ക് കിട്ടണ ജിലേബിക്ക് അവരൊരു എസൻസ് ഒഴിക്കും ഈ ജിലേബിയുടെ വെള്ളത്തിൽ, പാനിയിൽ. അപ്പോൾ ആ എസൻസ് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റോസാണ്. അതാണ് വളരെ നല്ല മണം തരിക. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് റോസ് എസൻസ് ആണ്. പിന്നെ ഇത് ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ നമ്മൾ ഈ ജിലേബിയൊക്കെ ഇട്ടെടുക്കണ വരയ്ക്കും അതിങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് തിളയ്ക്കുന്ന സമയത്ത് നാരങ്ങയും പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്റ്റലൈസ് ആവില്ല. ഷുഗർ ക്രിസ്റ്റലൈസ് ആവാതിരിക്കാനാണ്. ഇനി ഇത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആവണ വരയ്ക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നോക്കുക, ഇത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയുടെ പരുവത്തിൽ എത്തിയിട്ടുണ്ട്. എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെ നോക്കണ സമയത്ത് ഒരു നൂൽ പരുവമായിട്ടുള്ള ലെവലിലേക്ക് അതിങ്ങനെ വീഴുന്നത് കണ്ടോ? ആ ഒരൊറ്റ നൂലിങ്ങനെ വരണ പോലെ കാണാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യണ സമയത്ത് പഞ്ചസാര പാനിയാണ് നോക്കിയിട്ട് ഈ ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസി പിടിക്കുമ്പോൾ ഒരു നൂൽ പരുവം. ഓക്കെ, ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇനി ഇമ്മീഡിയറ്റ്ലി നമുക്ക് കളറും ലൈം ജ്യൂസും ഒഴിക്കണം. അപ്പോൾ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി കുറച്ച് നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞാൽ, അതായത് ഒരു സ്പൂൺ നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞാൽ ക്രിസ്റ്റലൈസ് ആവില്ല. ഇളക്കി വിടുക. ഇതേ പരുവത്തിൽ നിൽക്കും. പിന്നെ വേണ്ടത് ഫുഡ് കളറാണ്. അത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ഇടണ്ട.
നല്ല ഗ്രേഡ് ഫുഡ് കളർ നോക്കി വാങ്ങിക്കുക. അപ്പോൾ ഇതുമായി. ഇനി റോസ് എസൻസ് ജസ്റ്റ് 2 തുള്ളി. ആ മണം മാത്രം. നല്ല മണം വരുന്നുണ്ട്. ഫൈൻ. ഇനി ഇത് റെഡിയായി കഴിഞ്ഞു. നമ്മുടെ പഞ്ചസാര പാനി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഉഴുന്നരയ്ക്കാം. ഓക്കെ, ഉഴുന്നിടാം. ഒട്ടും വെള്ളമില്ലാതെ നമുക്ക് അരച്ചെടുക്കാത്തുള്ളൂ. ഇങ്ങനെ വടയുടെ പരുവത്തിന് വേണം അരച്ചെടുക്കാൻ. ഉഴുന്നുവട പരുവം. ഓക്കെ, അരച്ചിട്ട് കാണിച്ചു തരാം. ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. എന്താണ് ഇത്ര ലൂസായിരിക്കണമെന്ന് വിചാരിക്കേണ്ട. നമ്മളതിലേക്ക് അരിപ്പൊടിയും കോൺഫ്ലവറും ചേർക്കും. സോ കൺസിസ്റ്റൻസി കറക്റ്റായിരിക്കും. ഇനി ഒരു ബാച്ച് വരാനും ഇരിക്കുന്നുണ്ട്. ഇതൊരു ബാച്ചാണ്. ഇനി അടുത്തത് ഇടണു. ഞാൻ ചെറിയ ജാറിലിട്ടിട്ട് അരയ്ക്കണതേ. അപ്പോൾ പിന്നെ എല്ലാം കൂടി ഒരു ട്രിപ്പിലിടാൻ പറ്റിയില്ല. കുറച്ചായിട്ട് ഇട്ട് അരച്ചാലും വിരോധമില്ല. കറക്റ്റ് കൺസിസ്റ്റൻസി നമുക്ക് വേണം. ഓക്കെ, ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ലാസ്റ്റ് ഉഴുന്നും റെഡിയായി. നല്ല പാടുണ്ട് ഈ വെള്ളം തൊടാതെ അരയ്ക്കാൻ. ഇനി നമുക്ക് ഈ ഉഴുന്ന് മാവിലേക്ക് ലേശം ഉപ്പ്, ഒരു പൊടിക്ക് ആ മധുരം ഒന്ന് ഉണ്ടാക്കാൻ കോൺഫ്ലവർ, 1 കപ്പ് ഉഴുന്നിന് വലിയ സ്പൂണിന് 1 സ്പൂൺ കോൺഫ്ലവർ, പിന്നെ 1 സ്പൂൺ അരിപ്പൊടി, നമ്മുടെ ഇടിയാപ്പത്തിന് യൂസ് ചെയ്യുന്ന അരിപ്പൊടി. ഇനി ഇതിലും കുറച്ച് കളർ. ഓക്കെ, ഇനി ഇത് മിക്സ് ചെയ്യാം. നല്ല കട്ടയൊന്നുമില്ലാതെ അസലായിട്ട് ഒരു സ്മൂത്ത് ബാറ്റർ ആക്കിയിട്ട് എടുക്കാം. ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ജിലേബിയുടെ ബാറ്റർ. നല്ല ഓറഞ്ച് കളറാണ്, പക്ഷേ ഇതിൽ മഞ്ഞയായിട്ട് തോന്നുന്നു, എന്താണെന്ന് അറിയില്ല. പക്ഷെ ബ്യൂട്ടിഫുൾ ഓറഞ്ച് ഷെല്ലാണ് ഉള്ളത്. ഇനി നമുക്ക് വേണ്ടത് പാനാണ്, ചീഞ്ചട്ടിയല്ല, പാൻ. ഓക്കെ, അതിനു മുമ്പ്, പാന് വെക്കണതിന് മുമ്പ് ഇതിനെ നമുക്ക് പിഴിയണം. ജിലേബിയുടെ തുണി ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇത് യൂസ് ചെയ്യാം, ഏതെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കവർ യൂസ് ചെയ്യാം. ഞാനിവിടെ സിപ്ലോക്ക് ബാഗാണ് യൂസ് ചെയ്യണത്, കാണിച്ചു തരാം. റെഡിയാക്കി വയ്ക്കാം. സിപ്ലോക്ക് ബാഗ് എടുക്കുന്നു, അതിനെ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലേക്ക് ആക്കി വയ്ക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ഒഴിക്കുമ്പോൾ
നീറ്റായിട്ട് നിൽക്കുമല്ലോ. എന്നിട്ട് ഇതിനെ ഒഴിക്കുക, മാവിനെ. ഇത് നമ്മുടെ സിപ്പ് ലോക്ക് ബാഗിലാക്കിയിട്ട് കറക്റ്റാക്കിയിട്ട് ഇങ്ങനെ കോർണറിലേക്ക് ആക്കിയിട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു എല്ലാം പോകും തോന്നുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് തന്നെ എല്ലാം ഇടാൻ പോവാണ്. എല്ലാം ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയുള്ള പാൻ എടുക്കണം. എന്നിട്ട് നെയ്യ്, ഒരു 3 സ്പൂണ് നെയ്യ്, പിന്നെ ഓയിൽ കോമ്പിനേഷനാണ്. അപ്പോഴേ ആ മണം കറക്റ്റ് ആവുള്ളൂ. ഒരുപാട് ഒഴിക്കണ്ട എണ്ണ, നെയ്യ് ഒന്നും ഒരുപാട് ഒഴിക്കണ്ട. പാനിൻ്റെ കുറച്ച് ഒഴിച്ചാൽ മതി. ബിക്കോസ് നമുക്ക് ഡീപ്പ് ഫ്രൈ അല്ല, അതിങ്ങനെ കിടന്ന് ആവണം, അത്രയേ ഉള്ളൂ. ഇത് ഒരു കോല് അടുത്ത് വയ്ക്കുക. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, ഇനി ഇവിടെ വരൂ. നമ്മളിവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കറക്റ്റായിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, എല്ലാം നീറ്റാക്കിയിട്ട് ഇനി ഇവിടെ ഒന്ന് കെട്ടുക. നമുക്ക് ഒരു റബ്ബർ ബാൻഡ് യൂസ് ചെയ്തിട്ട്, എന്നിട്ട് ഇവിടെയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കിതിവിടെ കട്ട് ചെയ്തു. ഇനി നമുക്ക് ജിലേബി ഒഴിക്കാം. ജിലേബി ചുറ്റാം. നോക്കിക്കോളൂ. ചെറുതാണെങ്കിൽ ചെറുത്, വലുതാണെങ്കിൽ വലുത്. ഇനി ഒന്നും പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൗണ്ട്. ഈസി, മീഡിയം, കോംപ്ലക്സ്, എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ സിമ്പിളായിട്ടുള്ള, എന്താ പറയുക, സ്ലോയിൽ വെച്ചിട്ട് വേണം. ഞാൻ ഇപ്പം മിനി ജിലേബി ആയതുകൊണ്ട് ഇങ്ങനെ ആക്കുന്നുള്ളൂ. ഇത് വലിയ ജിലേബിയാണ്. അടുത്ത് വന്നോളൂ, തീർക്കില്ല. ഇത് മിനി ജിലേബി, മറ്റേത് വലിയ ജിലേബിയാണ്. വളരെ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് എടുക്കാൻ. അപ്പോൾ അടുത്ത സൈഡിലേക്ക് ഇടാം. ഇനി ഞാൻ ഈ സൈസ് ഉണ്ടാക്കുള്ളൂ. ജസ്റ്റ് ഞാൻ എല്ലാം കാണിച്ചു തന്നതാണ്. ഇനി മിനി അല്ല ജിലേബി. അപ്പോൾ എന്താടാ, ഇപ്പോൾ ഒരു മിനിറ്റ് ടൈം തരും. പഞ്ചസാര പാനിയിൽ മുക്കി വെച്ചിട്ട്, മുക്കിയതെന്ന് എടുത്തിട്ട് മിനിമം 1 മണിക്കൂർ 2 മണിക്കൂറെങ്കിലും കഴിയണം ആ സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ ഞാനിത് കഴിഞ്ഞാൽ നേരെ പഞ്ചസാര പാനിയിലിടും. ഇത്ര എണ്ണേ പാടുള്ളൂ. ഡീപ്പ് ഷാലോ ഫ്രൈ പാടില്ല, കിട്ടില്ല ഉണ്ടാക്കാൻ. ലോ ഫ്ലെയിമിലിരിക്കട്ടെ. ഒരലങ്കാരത്തിന് വലിയ ജിലേബി ഇരിക്കട്ടെ. എനിക്ക് വലിയ ജിലേബിയാണ് ഇഷ്ടം. കണ്ണേട്ടനും മനുവിനൊക്കെയാണ് ഈ ചെറിയ ജിലേബീസിനോട് താല്പര്യം കൂടുതൽ, പ്രത്യേകിച്ചിട്ട് കണ്ണേട്ടൻ. മറിച്ചും തിരിച്ചും ഇട്ട് കൊടുക്കുക.
ഓക്കെ, ഇനി നമുക്ക് ജിലേബി എടുക്കാം. ആദ്യം വലുതന്നെ എടുക്കണു. ഇനി ഇങ്ങോട്ട് വരിക. ഈ സിറപ്പിലേക്ക് നമ്മൾ അതിനെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് അപ്പുറവും ഇപ്പുറവും അവിടെ കിടക്കട്ടെ. ഇനി അടുത്തതെല്ലാം നമുക്ക് എടുക്കാം. എല്ലാം ഓരോന്നോരോന്നായിട്ട് എടുക്കുന്നു, അതിലേക്ക് ഇടുന്നു. ഞാനിനി ഫുൾ മിനി ജിലേബിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വലുത് ഉണ്ടാക്കി കാണിച്ചല്ലോ. ഇനി ചെറുതുകളൊക്കെ ഡിപ്പ് ചെയ്യാം. അപ്പുറവും ഇപ്പുറവും കിടക്കട്ടെ. ഒരു 2 minutes 3 minutes സിറപ്പിൽ, എന്നിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. മീൻവൈൽ വീണ്ടും നമുക്ക് ജിലേബി ചുറ്റാം, ഇതാവണ സമയം കൊണ്ട്. ഇത് ആവട്ടെ. സ്ലോ ഫ്ലെയിമിൽ. അപ്പോഴേക്കും ഇതാ ഇവിടെ നമുക്കിതിനെ എടുത്ത് മാറ്റാം. ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല, 3 hours ടൈം കഴിയണം. ഇങ്ങനെയൊന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല കുഞ്ഞു. ഇതിൻ്റെ ഉള്ളിലേക്ക് ഷുഗർ സിറപ്പൊക്കെ പിടിക്കണ്ടേ. ഇനി നമുക്ക് ജിലേബി എടുത്ത് മാറ്റാം. നമ്മുടെ മിനി ജിലേബീസാണ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഒരു മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ജസ്റ്റ് ഗിവ് ഇറ്റ് എ ടൈം. ഇത് ബേസിക്കലി ഉച്ചയ്ക്ക് ഉണ്ടാക്കണം, വൈകുന്നേരം കഴിക്കാൻ. ഓക്കെ, ഇനി അടുത്ത സെറ്റ് വരട്ടെ. ഇത് മാറ്റി വയ്ക്കാം. ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ജിലേബികൾ കാണാൻ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. സൂപ്പറായിരുന്നു. നമ്മുടെ നാട്ടിൻപുറത്ത് ചെറിയ ചെറിയ കടകളിൽ കിട്ടുന്ന ജിലേബിയുടെ അതേ ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, എന്തായാലും ഇഷ്ടമാവും. വളരെ സിമ്പിളാണല്ലേ കാര്യങ്ങളൊക്കെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയം ചോദിക്കാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പിയുമായി കാണാം. ബൈ. Vinis kitchen.